നമ്മൾ പോർച്ചുഗലിലെ ഹൈവേയിൽ ടോൾ എടുക്കണം. ഇതുണ്ടോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനിഷ്യേഷൻ വെല്ലിലാണ്. ഫുള്ള് ജെയിംസ് ബോണ്ടിൻ്റെ കളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു പോർച്ചുഗൽ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിലെ കോയംബ്ര എന്ന് പറയുന്ന പട്ടണത്തിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലിസ്ബണിൽ എത്തിയത് എങ്ങനെയാണെന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ലിസ്ബണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സിന്ദ്ര എന്ന് പറയുന്ന പുരാതനമായ ഒരു നഗരത്തിലോട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, നമ്മൾ പോകുന്ന ഡയറക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വീട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സീ സൈഡാണ്. നമ്മൾ അങ്ങോട്ടേക്ക് അതിനു മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് സിന്ദ്ര എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വീട് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ നമ്മൾ അതിന് മുമ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്, സിന്ദ്ര എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ. ശരിക്കും ഇത് വെസ്റ്റ് സൈഡിലാണ് വരുന്നത്. പോർച്ചുഗലിൻ്റെ വെസ്റ്റ് സൈഡിലാണ്. അതുപോലെ സൗത്തിലോട്ട് പോവുകയാണെങ്കിൽ വാസ്കോഡ ഗാമയുടെ ജനന സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ലിസ്ബണിൽ നിന്ന് സിന്ദ്ര എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിലോട്ടാണ്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ സിന്ദ്ര പാലസ് അല്ലെങ്കിൽ പീന പാലസ് എന്നാണ് പറയുന്നത്, അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കാറ് താഴെ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ, എന്നിട്ട് നമ്മൾ നടന്നാണ് വന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ നേരെ പോയി എടുക്കുകയാണ്. അപ്പോൾ ചാർജ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ടിക്കറ്റിന് ഒരു അഡൽറ്റിന് 20, അതുപോലെ ഒരു ചൈൽഡിന് 18 യൂറോയാണ്. നമ്മൾ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഈ കിടക്കുന്ന ബസ് ഉണ്ടോ, ഈ ഒരു കുട്ടി ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഈ മലയുടെ മുകളിൽ പോകേണ്ടത്. മലയുടെ മുകളിലാണ് ഈ ഒരു പാലസ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പീന പാലസിലാണ്. പീന പാലസ് എന്ന് പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഒരു പാലസാണ്. ഇതൊരു സിന്ദ്ര മല മുകളിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു പാലസാണ്. അതുപോലെ ഇതൊരു ഗോത്തിക് ആർക്കിടെക്ചർ ശൈലിയിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉള്ളിലാണെങ്കിൽ കാണാൻ വളരെ മനോഹരമാണ്. നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഇതൊരു പാലസ് ആയിരുന്നില്ല കേട്ടോ. ആദ്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മഠമായിരുന്നു. മഠമാണ് പിന്നീട് പാലസായിട്ട് ഇതിനെ മാറ്റിയെടുത്തത്. അപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ വന്നിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ കോട്ടയിലെ മഞ്ഞ നിറവും അതുപോലെ നീല കളറിലെ ടൈൽസും അതുപോലെ നമ്മൾ ആകാശത്തിൻ്റെ നീല നിറവും എല്ലാം വളരെ അട്രാക്റ്റീവാണ്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പാലസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ കാസിൽ നമ്മുടെ കോട്ടയുടെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ, ഉള്ളിലോട്ട് കയറുന്ന വഴി കണ്ടോ, കാണാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ഒരു വൻ പാലസ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു നടുമുറ്റം എന്ന് പറയുന്നത് കേട്ടോ. തുറസായ ഒരു സ്ഥലമാണ്. നമുക്ക് ഉള്ളിലോട്ട് പോകണം. വാവ്, അടിപൊളി. ഇതാണ് രാജകീയമായ ഡൈനിങ് ടേബിൾ. ഇവിടെയാണ് അതിഥികളെല്ലാം വിളിച്ച് സൽക്കരിക്കുന്നത്. ഈ ഒരു പാലസിൻ്റെ ഏറ്റവും ആകർഷണമായ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഗ്രാൻഡ് ഹാൾ. ഇവിടെയാണ് ശരിക്കും കിങ് ഫെർണാണ്ടസും അതുപോലെ രാജ്ഞിയും വിരുന്നുകാർക്ക്, അതായത് അതിഥികൾക്ക് വിരുന്നുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം, ഇവിടെ ഒരു രക്ഷയില്ല. 1700കളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മഠം തകർന്നു പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് കുറേ കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കേട്ടോ ഈ ഒരു മഠം. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫെർണാണ്ടസ് രണ്ടാമൻ ഒരു കിങ് ആയിരുന്നു. ആ കിങ് പിന്നീട് ഏറ്റെടുത്താണ് ഇതിനെ ഒരു പാലസായിട്ട് മാറ്റിയത്. ഓക്കെ, ഇവിടെ നടന്ന് കാണാനുണ്ടെങ്കിൽ ശരിക്കും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നടന്ന് കാണാൻ തന്നെയുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓപ്പൺ ബാൽക്കണിയാണ്. ഇവിടെയാണ് രാജകുമാരി വന്നിട്ട് സിന്ദ്ര മല നിരകൾ കാണാനായിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ അപ്പുറത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രമാണ് വരുന്നത്. പക്ഷേ അത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നേരെ താഴെ ഇറങ്ങാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ
എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അഗ്രികൾച്ചറിലും ധാരാളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോവ ശരിക്കും ഒരു പോർച്ചുഗൽ കോളനി ആയിരുന്നു 1960 വരെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ധാരാളം ആൾക്കാർ സിറ്റിസൺഷിപ്പൊക്കെ എടുത്ത് ഇങ്ങോട്ടും കുടിയേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം വിസ എടുത്തും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രാജ്യമാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. പോർച്ചുഗലിൽ ജോലി ചെയ്യുന്നത് നല്ലൊരു വെതറുണ്ട്, നല്ല ക്ലൈമറ്റാണ്. അതുപോലെ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ് സിറ്റിസൺഷിപ്പൊക്കെ 5 കൊല്ലം കൊണ്ട് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുൻഡ ഡ റെഗലറിയ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ ലിസബണിൻ്റെ അടുത്തുള്ള സിന്ദ്ര എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു കോട്ടയിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേഷൻ വെല്ലുണ്ട് നമ്മൾ. അപ്പോൾ അതുപോലെ ഈ കോട്ടയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു നോവലിലൊക്കെ കാണുന്നത് പോലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വനത്തിനുള്ളിലുള്ള ഒരു കോട്ടയാണിത്. 1800 ഈ ഒരു കോട്ട പണിതത്. യൂറോപ്പിൽ കാണുന്നതിലും വിഭിന്നമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന സിന്ദ്രയിലെ ഈ ഒരു കോട്ട. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒടുക്കത്തെ മഴ. അങ്ങനെ നമ്മൾ നേരെ കിണറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കിണറെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കിണറല്ല കേട്ടോ, ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് ശരിക്കും ഒരു ഗോപുരം പോലെ താഴോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കിണറ്റിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിണർ വെള്ളം സംഭരിക്കാനായിട്ടല്ല ശരിക്കും ഈ ഒരു കിണർ പണിതത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനിഷ്യേഷൻ വെല്ലിലാണ്. ഇനിഷ്യേഷൻ വെല്ലിൽ കുറേ അധികം ടണൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ പാറകഷ്ണങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് മുറിച്ച് വെച്ചിരിക്കും പോലെ തോന്നുന്നത്. ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ടണലിൻ്റെ ഉള്ളിലൂടെ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ ടണൽ പല ദിക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ വഴി മാറിപ്പോവും. അപ്പോൾ ഇത് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുന്നിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇനിഷ്യേഷൻ വെല്ലുണ്ട്. അതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇതൊരു പ്രത്യേക കാഴ്ചയാണ്. നമ്മൾ നോവലിലൊക്കെ കാണും പോലെയുള്ള ഒരു കാഴ്ചയാണ്. ഇത് കണ്ടോ ഇവിടെ മറ്റൊരു കിണറാണ് കേട്ടോ. ഇതൊരു ചെറിയ കിണറാണ്. പക്ഷേ ഇതൊന്നും ശരിക്കും വെള്ളം സംഭരിക്കാനല്ല ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കിണറുകൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഐതിഹ്യമാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു മരണം, അതുപോലെ പുനർജന്മം, അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കിണറുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഓക്കെ, അപ്പം ഈ ഒരു കിണറിന് അടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വലിയൊരു കോട്ട. ഇതിനെ അറിയപ്പെടുന്നത് കാസിൽ ഓഫ് മൂർസ് എന്നാണ്. ഇത് 9-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട പണി ചെയ്തത്. ഇത് ശരിക്കും ഒരു പണ്ടത്തെ കാലത്ത് മുസ്ലിം ഭരണാധികാരികളാണ് ഈ ഒരു കോട്ട പണി ചെയ്തത്. അന്നത്തെ കാലത്ത് പോർച്ചുഗലിൽ വരുന്ന വ്യാപാര പാതകൾ ശരിക്കും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് 11-ാം നൂറ്റാണ്ടിൽ ഫെൻസോ ഹെൻറിക് എന്നറിയപ്പെടുന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സൈന്യം, ക്രിസ്ത്യൻ സൈന്യം, ഇതിനെ പിന്നീട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ വളരെ പ്രശസ്തമായ പാലസിലോട്ടാണ്. നമുക്ക് പാലസിൻ്റെ ഉള്ളിലോട്ട് പോകാം. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്കൊരു കൊട്ടാരം പോലെയൊക്കെ തോന്നും കേട്ടോ. ഇത് കണ്ടോ, നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ സംഭവം ഇതൊരു കൊട്ടാരമൊന്നുമല്ല, ഇത് പണ്ടത്തെ ഒരു സൈനിക കേന്ദ്രമായിരുന്നു. അപ്പോൾ അതിനെ പിന്നീട് രാജാവ് പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നോവലിലെ പോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ദീർഘമായൊരു യാത്രയാണ്. നമ്മളിനി സിന്ദ്രയിൽ നിന്ന് നേരെ കോയംബ്ര എന്ന് പറയുന്ന പട്ടണത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ കോയംബ്രയിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ലിസബണിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട് കേട്ടോ. ഇന്ത്യക്കാർ മാത്രമല്ല, പുറത്തുനിന്ന് വന്ന ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന കറുത്ത വർഗ്ഗക്കാർ ധാരാളമുള്ളൊരു പ്രദേശമാണ് ഈ ലിസബൺ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ 1970s കഴിഞ്ഞിട്ട്, പോസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ധാരാളം കോളനിയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നത് നോക്കുകയാണെങ്കിൽ അങ്കോള അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളത്, പുറത്തു നിന്നുള്ള ആൾക്കാർ മൈഗ്രൻസ് ആയിട്ട് വന്നത്. അതുപോലെ പിന്നെ രണ്ടാമത് വരുന്നത് അങ്കോളയാണ്. അത് കഴിഞ്ഞ് 5-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രൻസ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഏകദേശം 10% ഈ ഒരു രാജ്യത്ത് പുറത്തു നിന്നുള്ള ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ പോർച്ചുഗലിലെ ഹൈവേയിൽ ടോൾ എടുക്കണം. ഇതുണ്ടോ, ജസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ലിപ്പ് കിട്ടും. ഇനി എക്സിറ്റിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ക്യാഷ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു പോർച്ചുഗൽ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. പോർച്ചുഗലിൽ വന്നിട്ട് പോർച്ചുഗൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ട്രഡീഷണൽ പോർച്ചുഗൽ ഫുഡ് കിട്ടുന്ന ഒരു വളരെ റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളടുത്ത് പോകാൻ പോകുന്നത്, നമ്മുടെ പുറകിൽ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഷ്രിംസിൻ്റെ ഒരു സാധനം, അതുപോലെ ഒരു ലാംബ് റിബ്സ്, പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സൂപ്പാണ്. അപ്പോൾ ഇതെല്ലാം പോർച്ചുഗൽ ശൈലിയിൽ പ്രിപ്പയർ ചെയ്തതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഷ്രിമ്പ് ഇതിൽ ഈ ഒരു റൈസിൽ കിടന്നിട്ട് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. പൊതുവെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും പാലിച്ച് വരാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ടുണ്ട്. നല്ല ഫ്രഷ് കിടിലം ഷ്രിമ്പാണ്. അപ്പോൾ സീ ഫുഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഗൈസ്. നോക്കൂ, നമ്മൾ മീറ്റ് മുറിച്ച് കഴിച്ച ഫുഡെല്ലാം ദഹിച്ചു പോയെന്ന് തന്നെ പറയാം. കാരണം ഭയങ്കര പണിയാണ്. ഇനി എനിക്കിത് കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല പണിയെടുത്തിട്ടാണ് ഇത് മുറിക്കുന്നത്. സംഭവം കൊള്ളാം, അതുകൊണ്ട് മുറിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. ഓക്കെ, നല്ല സ്മൂത്ത് ടേസ്റ്റാണിത്. കിടിലോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റിൽ എത്താൻ പറ്റുമെന്ന് ഡൗട്ടാണ്. എന്നാലും നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തുമെന്നുള്ളത്. ഓക്കെ, നമ്മുടെ സ്റ്റേയുടെ എൻട്രിയാണ്. ഇവിടെയാണ് നമ്മൾ നമ്പർ അടിച്ചിട്ട് വേണം കയറാനായിട്ട് കേട്ടോ. നമ്മൾ നമ്പർ അടിച്ചിട്ട് കയറാൻ പോവുകയാണ്. വിജയിച്ചിരിക്കുന്നു. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളത് 6ാമത്തെ റൂമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഫുള്ള് ജെയിംസ് ബോണ്ടിൻ്റെ കളിയാണ്. നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു. ഇത് കണ്ടോ, ഇതൊരു ചെറിയ ഹാളാണ്. കുറച്ച് പഴയ മാഗസിൻസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇത് കണ്ടോ, ഇതൊരു പഴയ തയ്യൽ മെഷീനാണ്. ഇതിനെ അവർ റീഫർബിഷൊക്കെ ചെയ്ത് നല്ല സ്റ്റൈലിനാക്കി എടുത്തിട്ടുണ്ട്. വേറൊരു പ്രത്യേക ഒരു തീമാണുള്ള ഈ റൂം തന്നെ കാണാൻ കിടിലമാണ്. ഞാൻ കാണിച്ചു തരാം, വാ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടേബിളുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സെറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ഇവിടെ എന്താണുള്ളത്? ഓക്കെ, സർപ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കിച്ചൺ. ഇതിന് താഴെ ഒരു ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഓവൻ, അതുപോലെ എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ചെറിയൊരു ഇൻഡക്ഷൻ കുക്കറുണ്ട്. പിന്നെ ഇത് നമുക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഒരു ലുക്ക് പോലും ഇല്ല. ഒരു അലമാര നമ്മൾ അടച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ഫുൾ കുക്കിങ്ങിനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് യെല്ലോ ബാത്റൂം. ഇവിടെ ഫുള്ള് യെല്ലോ മയമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഷവർ സ്പേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് തുറക്കാം. ഫുള്ള് യെല്ലോ ആണ്. ഇവിടെ നോക്കിയാൽ ഒരു വാഷ് സ്പേസ് ഒക്കെ ഉണ്ട്. ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിൽ നോക്കുകയാണെങ്കിൽ കോണിപ്പടി കയറി വേണം നമ്മൾ എത്താനായിട്ട്. ഓക്കെ, ഇവിടെ ഒരു ബെഡുണ്ട്. അത്യാവശ്യം വലിയൊരു ബെഡുണ്ട്. ഇവിടെ ഒരു പഴയ TV വെച്ചിട്ടുണ്ട്. ഒരു തട്ടിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ നമ്മുടെ കിച്ചനും അതുപോലെ ചെറിയൊരു ഹോളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, അപ്പം നമ്മൾ ഈ കാണുന്നത് ഇതൊരു പോർച്ചുഗീസ് മാഗസീനാണ് കേട്ടോ. 4 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് 1965 മാഗസീനാണ്. ഇത് ശരിക്കും ഒരു അന്നത്തെ കാലത്തെ ഒരു ലേഡിയുടെ ഒരു ഫാഷനാണ് കാണിച്ചിരിക്കുന്നത്.
ഇത് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഫാഷൻ കൾച്ചർ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു മാഗസീൻ എന്നാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. ഇത്രയും പഴക്കമുള്ള ഒരു മാഗസീനാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇതെന്തായാലും ഈ വിഡ ഫെമിന എന്ന് പറഞ്ഞാൽ വുമൻസ് ലൈഫ് എന്നാണ് ഈ ഒരു മാഗസിൻ്റെ പേര് വരുന്നത്. അതുപോലെ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് 1965 എത്ര $2.5 ആയിരുന്നെന്നാണ് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. സംഭവം കിടിലമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.